അതല്ലെങ്കിലും ജോലിക്ക് പോകണ്ടാത്ത ദിവസങ്ങളിലേ തലേന്ന് തന്നെ ഞാൻ പ്രീസെറ്റ് ചെയ്ത് വെച്ചിട്ടാണ് കിടന്നുറങ്ങുന്നത്. അതാകുമ്പോൾ രാവിലെ ലേറ്റായിട്ട് എഴുന്നേറ്റാൽ മതിയല്ലോ. അമ്മ കഴിഞ്ഞ ദിവസം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മ പോയപ്പോഴത്തേക്കിനും നെല്ലിക്കൊക്കെ കുറച്ച് അച്ചാറിട്ട് വെച്ചിട്ടാണ് പോയത്. അപ്പോൾ അതിനെ ഒരു ടിന്നിലേക്കൊക്കെ പകർത്തി വെക്കണമായിരുന്നു. 2-3 ദിവസമായിട്ട് ഈ ചട്ടിയിൽ തന്നെ ഇരിക്കുകയാണ്. ഈ ടിന്ന് ശരിക്കും ഇതിനകത്ത് ഇത്രയും അച്ചാർ കൊള്ളില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ മാറ്റി വെച്ചാണ് വേറെ ടിന്ന് വാങ്ങിയതിന് ശേഷം ഇട്ട് വെക്കാമെന്ന് കരുതിയേ. ഇട്ടിട്ട് വന്നപ്പോഴത്തേക്കിനും അതിനകത്ത് ഫുള്ള് കൊണ്ട് കേട്ടോ. 2 ദിവസത്തെ മടി കാരണമാണ് ശരിക്കും പറഞ്ഞാൽ ഈ സാധനം മാറ്റി വെച്ചത്. അതല്ലെങ്കിൽ അങ്ങനെയാണല്ലോ, ജോലിക്ക് പോകുമ്പോഴാണെങ്കിൽ കണ്ടിന്യൂസ്ലി അങ്ങ് പോയിക്കൊണ്ടിരിക്കും. 2 ദിവസം വീട്ടിലിരുന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഫുൾ മടിയാണ്. ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് തീർക്കണമെന്ന് വിചാരിച്ചിട്ടാണ് വീട്ടിലിരിക്കണത്. പക്ഷേ ഇരുന്ന് കഴിയുമ്പോഴത്തേന് വെറുതെ ഇങ്ങനെ ഫോണൊക്കെ നോക്കി റീലൊക്കെ കണ്ട് അങ്ങനെ കുറേ സമയം പോണതേ അറിയത്തില്ലേ. കുറച്ച് ഇങ്ങനത്തെ കുട്ടി കുട്ടി ജോലികളൊക്കെ ഉണ്ടായിരുന്നു. ഇന്ന് രാവിലെ വരെ ചേച്ചി ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവൾ പോയപ്പോഴത്തേനും ഉച്ചക്കത്തേക്കുള്ള ലഞ്ചും രാവിലത്തേക്കുള്ള കാപ്പി എല്ലാം റെഡിയാക്കി വെച്ചിട്ടാണ് പോയത്. അതുകൊണ്ട് അങ്ങനത്തെ കുക്കിംഗ് പരിപാടിയൊന്നും ഇല്ലായിരുന്നു. അപ്പം ഞാൻ ഇങ്ങനത്തെ മടി പിടിച്ച് മാറ്റി വെച്ചേക്കുന്ന കുറച്ച് ജോലികളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചേ. എണ്ണപ്പാത്രമൊക്കെ കഴുകി വൃത്തിയാക്കി അതിനകത്തേക്ക് എണ്ണ പിന്നെ റീഫിൽ ചെയ്യാന്ന് പറഞ്ഞാൽ കുറച്ച് ജോലിയാണല്ലോ. അതുകൊണ്ട് എണ്ണപ്പാത്രം കഴുകാൻ വേണ്ടി ഞാൻ 2 ദിവസം എടുത്ത് വെച്ചു. കഴുകിയിട്ട് അത് ഉണങ്ങാൻ വേണ്ടിയിട്ട് പിന്നെ 2 ദിവസം വെച്ച്. അങ്ങനെ ഇന്ന് അതിനകത്ത് എണ്ണയൊക്കെ ഒഴിച്ച് വെച്ചു. ഇത് ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങിച്ചാണ്, 2 വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇത് അത്യാവശ്യം നല്ല യൂസ്ഫുൾ ആണ്. പിന്നെ ചിലത് വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കണം, അതിൻ്റെ സ്പ്രേ ചിലതിനകത്ത് വർക്ക് ചെയ്യത്തില്ലാത്തതുണ്ട്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ദോശയൊക്കെ ചുടുവാണെന്നുണ്ടെങ്കിൽ സ്പ്രേ ചെയ്യാനായിട്ടും ഓയിലിങ്ങനെ കമഴ്ത്തി എടുക്കാനൊക്കെ എളുപ്പമാണ്. അങ്ങനെ രാവിലെ ഓരോ അറ്റത്തു നിന്നായിട്ട് ചെറിയ ചെറിയ ക്ലീനിങ് പരിപാടികളൊക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തേ. എല്ലാം ഒന്ന് തുടച്ച് പറക്കി. ഇത് ഓപ്പൺ കിച്ചൺ ആയതുകൊണ്ട് നമുക്ക് എപ്പോഴും ഇത് ക്ലീൻ ചെയ്ത് വെച്ചില്ല എന്നുണ്ടെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്. ചേച്ചി രാവിലെ ചിക്കനൊക്കെ വറുത്ത് പാത്രത്തിലാക്കി വെച്ചിട്ടാണ് പോയത്. അതിനെയൊക്കെ നമ്മളൊന്ന് കുഞ്ഞു കുഞ്ഞു പാത്രങ്ങളിലേക്ക് മാറ്റി വെച്ചു. ഞാനാണെങ്കിൽ എന്തെങ്കിലും ക്ലീൻ ചെയ്യാനായിട്ട് എടുത്തിട്ടുണ്ടെങ്കിലേ ഇരിക്കണ സാധനങ്ങൾ ഒരു സൈഡിൽ നിന്ന് വേറൊരു സൈഡിലേക്ക് പ്ലേസ് മാറ്റി വയ്ക്കുക. അപ്പം നമുക്കൊരു ഫ്രഷ് ഫീൽ കിട്ടുമല്ലോ. അതായത് എന്നും ഇരിക്കുന്നിടത്ത് ഒരു സാധനം ഇരിക്കുമ്പോഴത്തേക്കിനും നമുക്ക് അതിനൊരു ക്ലീൻ ചെയ്താലും ഒരു പെർഫെക്ഷൻ തോന്നത്തില്ല. അതേസമയം സാധനങ്ങൾ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി വയ്ക്കുമ്പോഴത്തേക്കിനും എന്തൊക്കെയോ ഒന്ന് ക്ലീൻ ആയ പോലെ നമുക്ക് സ്വയമേ ഒന്ന് തോന്നത്തില്ലേ. അതിന് വേണ്ടിയിട്ട് ഈ ടീയും കോഫിയും ഷുഗറൊക്കെ ലെഫ്റ്റ് സൈഡിലിരുന്നതിനൊക്കെ ഞാൻ പെറുക്കിയെടുത്ത് റൈറ്റ് സൈഡിലേക്ക് മാറ്റി വെച്ച്. റൈറ്റ് സൈഡിലിരുന്ന റൈസ് കുക്കറിനെ എടുത്ത് ലെഫ്റ്റ് സൈഡിലേക്കും വെച്ചു. ഉപ്പിൻ്റെ പാത്രം അങ്ങനെ തന്നെ മാറ്റി വെച്ച്. അപ്പോൾ എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ, എന്തൊക്കെയോ ക്ലീൻ ചെയ്തത് ഒരു പെർഫെക്റ്റ് ആയി എന്നുള്ളത്. ഇവിടെ ഇന്ന് രാവിലെയൊക്കെ അത്യാവശ്യം നല്ല മഴയുണ്ടായിരുന്നേ. ജോലിക്ക് പോകണ്ടാത്തതുകൊണ്ട് തന്നെ ഞാനിന്ന് കുറച്ച് ലേറ്റ് ആയിട്ടാണ് എഴുന്നേറ്റത്. പിന്നെ ചേച്ചി ഉണ്ടായിരുന്നതുകൊണ്ട് വേറെ കുക്കിങ്ങും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് പൊതുവെ താമസിച്ച് എഴുന്നേറ്റ് എന്ത് ചെയ്യണം എന്ന് ആലോചിച്ചിരുന്നപ്പോഴത്തേക്കിനാണ് എന്നെ ഒരു സൈഡിൽ നിന്ന് പതുക്കെ തുടച്ചൊക്കെ തുടങ്ങാമെന്ന് വിചാരിച്ചത്. കാണുമ്പോൾ കുഞ്ഞു കുഞ്ഞു ജോലികളാണെന്നുണ്ടെങ്കിലും ചെയ്ത് വരുമ്പോഴത്തേനും കുറേ സമയം പോകുമല്ലോ. നമ്മളിങ്ങനെ ഇൻബിൽറ്റ് ആയിട്ടുള്ള ഗ്യാസ് സ്റ്റൗ ആയിരുന്നേ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ഇത് ക്ലീൻ ചെയ്യാനായിട്ട് കുറച്ച് സാധാ സ്റ്റൗവിൽ നിന്ന് ഈ നമ്മുടെ സ്റ്റാൻഡ് എടുത്ത് മാറ്റുന്നതിലും കുറച്ച് പാടാണ്. ഇതെടുത്തിട്ട് നമുക്ക് വെക്കാൻ വേണ്ടിയിട്ട് 2-3 ദിവസം കണ്ടിന്യൂസ്ലി ചെയ്ത് കഴിയുമ്പോൾ ഓക്കെയാണ്. ഗ്ലാസ് ക്ലീനർ വെച്ച് ഇവിടെ എല്ലാം നമ്മളൊന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അതിനകത്ത് വേഗം അഴുക്ക് പിടിക്കുന്നുണ്ട്. അതായത് ചെറുതായിട്ട് തുരുമ്പ് പിടിക്കണ പോലെ ഉണ്ട്. അപ്പം അതിനെയൊക്കെ എടുത്തൊന്ന് കഴുകി വൃത്തിയാക്കി. ഈ പറഞ്ഞ പോലെ മഴയായതുകൊണ്ട് തന്നെ ഈച്ച ശല്യമുണ്ട്. അതായത് ഇവിടെ എല്ലാം ഇങ്ങനെ വീടുകളൊക്കെ അടുത്തടുത്തല്ലേ ഇരിക്കണം. അപ്പം നമുക്ക് പ്രോപ്പറായിട്ട് വേസ്റ്റ് ഡിസ്പോസ് ചെയ്യാനായിട്ടും അങ്ങനത്തെ സ്ഥലമൊക്കെ കുറവാണ്. അതിൻ്റെ മാത്രമാണെന്ന് അറിയത്തില്ല, മഴ പെയ്യുമ്പോഴത്തേക്കിനും പൊതുവേ ഈച്ച ശല്യം കൂടുതലാണ്. പിന്നെ ഞാൻ എൻ്റെ റെസിൻ്റെ വർക്കിലേക്കൊക്കെ ഇരുന്നേ. ഇത് ഒരു എയർ ഇന്ത്യയുടെ ഒരു ടാഗ് റീക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞൊരു കസ്റ്റമർ ഓർഡർ തന്നതാണ്. ചില ഓർഡറുകൾ അങ്ങനെയാണല്ലോ, നമുക്ക് ഇരുത്തി പണി തരും. അങ്ങനത്തെ ഒരു ഓർഡറാണ് ഇത്. ആദ്യമേ ഒരു പ്രാവശ്യം ചെയ്തു, പിന്നെ റെഡി ആയില്ല, പിന്നെയും ചെയ്തു. ഇന്ന് രാവിലെ എടുത്ത് അത് ഒട്ടിച്ച് വെച്ച് എല്ലാം ഉണങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കിനും അതിനകത്ത് കുറച്ചിങ്ങനെ ഒരു ക്ലൗഡി ഫീല് പോലെ പിന്നെയും വന്നേ. അങ്ങനെ അതിനെ അഴിച്ചെടുക്കുക. അറിയാലോ, ഈ ഫെവിക്കോളൊക്കെ വെച്ച് ഒട്ടിച്ച് കഴിഞ്ഞിട്ട് അതിനെ അഴിച്ചെടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. അത്യാവശ്യം നല്ല പണിയായിരുന്നു. അങ്ങനെ അതിനെ അഴിച്ചെടുത്ത് പിന്നെയും തിരിച്ച് ഒട്ടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിനും നമ്മൾ കുറച്ച് ടയേർഡായി. അങ്ങനെ ഒരു കടുങ്കാപ്പിയൊക്കെ ഇട്ട് കുടിക്കാമെന്ന് വിചാരിച്ച്. ഒരു കാപ്പി കുടിക്കുമ്പോൾ എന്നാണെന്നറിയത്തില്ല, നല്ലൊരു റിലാക്സേഷനാണ്. അത് പണ്ട് തൊട്ടുള്ള ശീലമാണ്. പണ്ട് ഞാൻ കടിഞ്ചായയായിരുന്നു കൂടുതലും കുടിച്ചുകൊണ്ടിരുന്നത്. പിന്നെ പ്രഷറൊക്കെ ലോ ആയതിനു ശേഷം പിന്നെ അത് കടുങ്കാപ്പിയിലേക്ക് സ്വിച്ച് ചെയ്തു. എന്തെങ്കിലുമൊക്കെ ജോലിയൊക്കെ ചെയ്ത് മടുക്കുമ്പോഴത്തേക്കിനെ ഇത് വീട്ടിൽ നമ്മ വന്നപ്പോഴത്തേക്കിനെ ചക്ക വറുത്ത് കൊണ്ടുവന്നേ. വീട്ടിൽ ചക്ക, വാഴയ്ക്ക അങ്ങനത്തെ സാധനങ്ങളൊക്കെ വീട്ടിൽ തന്നെ വറുക്കുവാണ് ചെയ്യുന്നത്. നമ്മ കൊണ്ടുവന്ന് എനിക്കും ചേച്ചിക്കുമായിട്ടുള്ളതാണ് കൊണ്ടുവന്നത്. സാധാരണ 2 പൊതി കൊണ്ടുവരും. ഇപ്രാവശ്യം അവൾ ഇവിടെ ഉള്ളത് കൊണ്ട് ഒറ്റ പൊതിയാണ് കൊണ്ടുവന്നത്. അതിൽ നിന്ന് കുറച്ച് ഞാൻ കഴിച്ചു. ബാക്കി ഇനി ഫുൾ ഞാൻ ഒറ്റയടിക്ക് തീർത്തിട്ടുണ്ടെങ്കിൽ അവൾ വന്ന് കണക്ക് ചോദിക്കും. അതുകൊണ്ട് ഞാൻ അവൾക്കുള്ളതെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അങ്ങനെ കടുങ്കാപ്പിയൊക്കെ ഇട്ട് കുടിച്ച് ഇനി അങ്ങനെ പ്രത്യേകിച്ച് ജോലികളൊന്നും ഇല്ല. ഇനി എന്ത് ചെയ്യണം എന്ന് ആലോചിച്ച് മടി പിടിച്ചിരിക്കുന്ന ഒരു ഡേ ആയിരുന്നു ഇന്ന്. ചക്കവറുത്തതൊക്കെ ആയിട്ട് ഞാൻ പതുക്കെ ടി വിയുടെ ഫ്രണ്ടിലേക്കാണ് പോയത്. ടി വി ഒക്കെ കണ്ട് കുറേ നേരം അങ്ങനെ ഇരുന്നു. വീട്ടിലിരിക്കുമ്പോഴത്തേനും എനിക്കതൊരു
വെറുതെ ടി വിയുടെ ഫ്രണ്ടിൽ ടി വി കാണുമോയെന്ന് ചോദിച്ചാൽ കുറച്ചൊക്കെ കാണും. പക്ഷേ ടി വിയിൽ എന്തെങ്കിലും ഓൺ ചെയ്തിട്ടിട്ട് ഫോണിൽ നോക്കിയിരിക്കുമ്പോഴത്തേക്കിനും ഒരു സന്തോഷമാണ്. അങ്ങനെ കാപ്പിയൊക്കെ കുടിച്ച് കുറേ നേരം അതിൻ്റെ ഫ്രണ്ടിലിരുന്നു. അങ്ങനെ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എഴുന്നേക്കാൻ തോന്നത്തില്ല. പിന്നെ ഇവിടെ നല്ല മഴയും കൂടെ ഉള്ളതുകൊണ്ട് ഇവിടുത്തെ മഴയ്ക്ക് അങ്ങനെ വലിയ തണുപ്പ് അങ്ങനെയൊന്നും ഇല്ല. അതൊക്കെ കട്ടപ്പനയിലൊക്കെ മഴ പെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല മൂടിപ്പൊതച്ച് കിടന്ന് ഉറങ്ങാൻ തോന്നും, അത്ര തണുപ്പാണല്ലോ. ഇവിടെ അങ്ങനെ ചൂടിന് അങ്ങനെ വലിയ ആക്കം എന്ന് പറയാനായിട്ടൊന്നുമില്ല. ഇതൊക്കെ നമ്മൾ പണ്ട് കണ്ടുകൊണ്ടിരുന്ന സിനിമയാണ്. സ്നേഹിതനായിരുന്നു കണ്ടത്. അത് കഴിഞ്ഞിട്ട് ഈ സാൻഫയുടെ ഈ ഒരു ടാൻ റിമൂവൽ ക്രീം ഇല്ലേ, ഇതിൻ്റെ ഒരു റിവ്യൂ ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ നേരത്തെ ഒരു ഷോർട്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിനെക്കുറിച്ച് എത്ര പറഞ്ഞിട്ടും എനിക്ക് മതി വരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഒരു വീഡിയോയും കൂടെ ചെയ്തത്. അതിനുശേഷം ഉച്ചയ്ക്ക് ലഞ്ച് കഴിച്ച് വെണ്ടയ്ക്ക മെഴുക്കുരട്ടി ഉണ്ടായിരുന്നു, ചിക്കൻ വറുത്തും ഉണ്ടായിരുന്നു, അതേപോലെ തന്നെ നമ്മുടെ നെല്ലിക്ക അച്ചാർ, സാമ്പാർ. ഇതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ ലഞ്ച് എന്ന് പറയുന്നത്. പിന്നെ മീൻ വറുത്തതും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. ലഞ്ച് കഴിച്ചതിന് ശേഷം അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും ചെയ്തില്ല. ഒന്ന് സീമ ചേച്ചിയുടെ വീട്ടിൽ വരെ പോയി. അത് കഴിഞ്ഞ് വൈകുന്നേരം വന്ന് കുളിച്ചൊരു ചായയൊക്കെ ഇട്ട്. ചായയുടെ കൂട്ടത്തിൽ നിന്ന് മുറുക്കായിരുന്നേ സ്നാക്സ് ആയിട്ടുണ്ടായിരുന്നത്.